ഉസ്താദ് അവറുകളുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചും ഉസ്താദിന് അല്ലാഹു കൊടുത്ത ഭാഗ്യത്തെക്കുറിച്ചും ആരോ സംസാരിക്കുന്നത് കേട്ടു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം? അതിൻ്റെ പിന്നിലുള്ള രഹസ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതെന്താണ്? സലാസുൻ ലാ യഗില്ലു അലൈഹിന്ന ഖൽബു മുസ്ലിം. ഒരു മുസ്ലിമിൻ്റെ ഹൃദയം പിഴച്ചു പോകില്ല, തെറ്റിപ്പോകില്ല. 3 കാര്യം വേണം. അതെന്താണ്? ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. വന്നസീഹത്തു ലിൽ മുസ്ലിമീൻ, അതേ ജനങ്ങൾക്ക് ഗുണം ഉദ്ദേശിക്കുക. അതിൽ എല്ലാ ജനങ്ങൾക്കും ഗുണം ചെയ്യുന്ന മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ചും ഗുണം ഉദ്ദേശിക്കുക. അതിൻ്റെ കുറവ് വലസൂം ജമാഅത്തിഹിം, മുസ്ലിം കൂട്ടായ്മ, അതാണ് സുന്നത്ത് ജമാഅത്ത്. അത് മുറുകെ പിടിക്കുക. ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറാഇഹിം. അങ്ങനെ വരുമ്പോൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഇന്ന് മാത്രമുള്ള ജനങ്ങളല്ല, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇന്ന് വരെയുള്ളവരാണ് സുന്നത്ത് ജമാഅത്ത്. ഇന്ന് വരെയുള്ള മഹാന്മാരാണ് സുന്നത്ത് ജമാഅത്ത്. അവരുടെ പ്രാർത്ഥന കാവലിനുണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ഹദീസ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് റിസാലയിൽ ഉദ്ധരിച്ചതായി കാണാം. ആ പ്രാർത്ഥനയാണ് ശൈഖുനയുടെ കരുത്ത്, ശൈഖുനയുടെ തിരിച്ചുവരവ്. എന്ത് പേര് പറഞ്ഞാലും ആ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന, എല്ലാവർക്കും ഞാനും അതിൽ പങ്കെടുക്കണമെന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നത് ഈ 3 കാര്യം മുറുകെ പിടിച്ചത് കൊണ്ടാണ്. അത് മുറുകെ പിടിച്ച് സംഘടനാ പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രവർത്തകന്മാർ, നമുക്ക് വിശ്രമമില്ല. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനമടക്കം നമ്മുടെ കർത്തവ്യത്തിലായി ഉണ്ട്. ഇവിടെ അരീക്കോട് വന്ന് മലപ്പുറം ജില്ലയിലെ 2 സ്ഥലത്ത് സ്വീകരണം കൊടുക്കുന്നതിൽ ഒരു സ്വീകരണ സ്ഥലമായ ഈ അരീക്കോട് വന്ന് ഈ ജനപ്രവാഹം കണ്ടപ്പോൾ നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ സമ്മേളനം എവിടെ നടത്തും അല്ലാഹ് എന്ന ചിന്തയിലാണ് പ്രവർത്തകരായ ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സജീവമായ സംഘടനാ പ്രവർത്തനങ്ങൾക്കുണ്ടാകണമെന്നും അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം, അല്ലാതെ വേറെ ഒരു ലക്ഷ്യവും ഉണ്ടാകരുത്. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മങ്കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി വമങ്കാന യുരീദു ഹർസദ് ദുനിയാ നൂതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. ദുനിയാവിലെ കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ആഖിറത്തിൽ അവനൊന്നും കിട്ടൂല. അതേസമയം ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അവിടെയാണ് മനുഷ്യന്റെ വിജയം എന്ന് ഈ സമയത്ത് ഖുർആനിലെ അധ്യാപനം നിങ്ങളെ ഓർമ്മപ്പെടുത്തി. റാസൽ ഖൈമയിൽ വിനീതനായ ഞാനും എന്നെപ്പോലുള്ളവരും ചെല്ലുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിരുന്ന ബഹുമാനപ്പെട്ട ഹൈദർ ഫൈസി അടുത്ത് മരണപ്പെട്ടു പോയി. അതുപോലെ വേറെയും പലരും മരിച്ചത് ഇവിടെ ഓർമ്മപ്പെടുത്തി. വിദേശത്ത് വെച്ച് അപകടത്തിൽ മരിച്ചവരെ ഓർമ്മപ്പെടുത്തി. അള്ളാഹുവെ അവരെല്ലാവരെയും ഞങ്ങളുടെ ഈ അരീക്കോട് കുട്ടിക്കാലത്ത് ഞാനിവിടെ വന്ന് മജ്മഈന്റെ പ്രവർത്തനം നടത്തുന്ന കാലത്ത്, അതേപോലെ SSFന്റെ പ്രവർത്തനം നടന്ന കാലത്ത് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ വടശ്ശേരി ഫൈസി അടക്കം അള്ളാഹുവെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്, പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്, അതേ സഹായികളുണ്ട്, സഹകാരികളുണ്ട്. എല്ലാവർക്കും നിന്റെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകണം അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇതിനോട് അനുബന്ധിച്ച് അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ എന്ന പ്രമേയവുമായി 5 ലക്ഷം ആളുകളെ നേരിൽ പോയി കണ്ട് നമ്മുടെ ഈ ദഅവത്തെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ICFന്റെ പ്രവർത്തകർ, അതേപോലെ അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന RSCയുടെ പ്രവർത്തകർ, വിദേശത്തും നാട്ടിലുമുള്ള നമ്മളുടെ സ്ഥാപനങ്ങളെ പ്രവർത്തകർ, സഹായികൾ, അള്ളാഹു എല്ലാവരെയും ഞങ്ങളെയും നീ സഹായിക്കണം റഹ്മാനേ. ഞങ്ങളെ പണ്ഡിതന്മാർക്ക്, നേതാക്കൾക്ക്, പ്രവർത്തകർക്ക്, സഹായികൾക്ക്, സഹകാരികൾക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ, ഹിമ്മത്തോടെ, തഖ്വയോടെ ദീർഘ ആയുസ് നൽകണം റഹ്മാനേ. ഈ പരിപാടിക്ക് അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹകരിച്ചവർ, വന്നു ചേർന്നവർ എല്ലാവർക്കും സർവ്വ നന്മയും നീ നൽകണം റഹ്മാനേ. മനുഷ്യത്വത്തോട് കാണിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ച് നിന്റെ ഖുർആനും ഹദീസും പഠിപ്പിച്ചതിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉത്ബോധനം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.